നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അമയന്നൂർ മെത്രാഞ്ചേരി പൂതിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ നമ്മുടെ രാജീവ് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ എത്താൻ കാരണം ഒരു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സകലകലാ വല്ലഭനാണ്. അപ്പം ചേട്ടൻ കുറേ സാധനങ്ങളെല്ലാം തടിയിൽ നിർമ്മിക്കുക, തടിയും മറ്റു പല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയും പിന്നെ നല്ലതായിട്ട് ചിത്രം വരയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. ചേട്ടാ, ചേട്ടൻ ഒരു സകലകലാ വല്ലഭനാണ്. ചേട്ടൻ ഇതുവരെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ ചെറുപ്പം തൊട്ടേ വണ്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പോഴാണ് ഞാൻ ഈ മിഷനറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ചേട്ടൻ ശരിക്കും ജോലി എന്താ? ജോലി മേസ്തിരിപ്പണിയാണ്. മേസ്തിരിപ്പണിയാണ്. അപ്പൊ അതിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് അത് നമ്മൾ കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് എപ്പോഴെങ്ങനെ ചെയ്തു തുടങ്ങിയത്? അത് നമ്മൾ ചെറുപ്പത്തിലെ ഞാൻ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി പേർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ അത്യാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പെട്ടെന്ന് ഞാനിപ്പം ഈ ലെവല് കണ്ടുപിടിക്കുന്ന സാധനം നിർമ്മിച്ചായിരുന്നു. അത് നിർമ്മിച്ച് കണ്ടു കഴിഞ്ഞിട്ട് ശിലാ സന്തോഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇവിടെ എന്നെ തിരക്കി വന്ന് ആ സാധനം ഇതായതാ. അത് ഞങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇതാണ് ആ സാധനം. ഇതാണ് ലെവല് കണ്ടുപിടിക്കുന്ന സാധനം. മിഷൻ തന്നെ പറയാം അല്ലേ? മിഷൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും സമനം എന്ന് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കാർന്നോന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമനം എന്ന് പറയുന്ന ഒരു സാധനമാണ്. എ മോഡൽ ആകൃതിയിൽ. അത് ലെവല് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഒരു 5-6 മാസത്തോളം ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന് ഉണ്ടാക്കിയൊരു സാധനമാണ്. കണ്ടാൽ കാണുന്നവർക്ക് ഒരു നിസ്സാര സംഭവം തന്നെയാണിത്. ഇത് എന്തൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചു? ഇത് തടിയാണ്. ഇതിന്റെ ഫ്രെയിം തടിയാണ്. ഇത് പിന്നെ നീഡില് അലുമിനിയത്തിന്റെ സൂചിയാണ്. ഇതിന് മാഗ്നറ്റ് ഉണ്ട്, പിന്നെ ബെയറിംഗ് ഉണ്ട്. ഇത് ലെവലിൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ സൂചി ഈ 2 പോയിന്റിന്റെ നേരെ ഇങ്ങനെ വരും, കൃത്യമായിട്ട് വരും. അത് കൃത്യം ലെവൽ അതിന്റെ മാറ്റമൊന്നും വരത്തില്ല. അത് എത്ര അടി നീളത്തിലാണെങ്കിലും വ്യത്യാസം വരത്തില്ല. പിന്നെ നമ്മൾ കട്ടയൊക്കെ കെട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു തൂണ് നാട്ടുമ്പോഴും സ്പിറ്റ് ലെവൽ വരാൻ തൂക്ക് നാട്ടാനായിട്ടാണെങ്കിൽ ഇതിങ്ങനെ നാട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കറക്റ്റ് വരും. കൃത്യ ലെവൽ ഈ സൂചി കൃത്യമായിട്ട് നിൽക്കുന്നതാണ് കറക്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അത് പിന്നെ 45 ഡിഗ്രിയിലേക്ക് ഇതിങ്ങനെ മാറ്റാം. 45 ഡിഗ്രി വെച്ച് ചായ ഉണ്ടാക്കണമെങ്കിൽ ഈ ലെവലിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പം പഴയ ഒരു പണിസ്ഥലത്ത് ചെല്ലുമ്പം ഒരു ചായ പണിതിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചായവിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആ ചായ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ സാധനം നമ്മൾ ഈ മട്ട കൊട്ടി അത് ഇവിടെ കുറി മാർക്ക് ചെയ്ത് ഇപ്പുറത്തോട്ട് വെച്ചാൽ മതി, കറക്റ്റായിട്ട് അത് വരും. അപ്പം എൻ്റെ പണികൾക്ക് കൂടുതലും ഞാൻ ഇതാണ് ചേട്ടൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നുണ്ട്. കൊണ്ടുപോകും. അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും ചേട്ടനോട് ഇതുപോലെ നിർമ്മിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടോ? നിർമ്മിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല. കാര്യം ഇപ്പോഴുള്ള മുഴുവനും പിന്നെ തൊഴിലും സംബന്ധമായിട്ട് പിള്ളേരാരും പോകുന്നില്ല. നമ്മൾ കൊലത്തൊഴിലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. ചേട്ടന്റെ സ്വന്തം കണ്ടുപിടുത്തമാണിത്. നമ്മൾ ലെവല് നോക്കാനായിട്ടൊക്കെ പല ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ലേസർ വരെയുണ്ട്. അപ്പം ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഉപകരണമാണ് ചേട്ടൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ ചേട്ടൻ? ഇതിന് ഞാനും ആദ്യത്തെ പേര് തന്നെയാണ് സമനം തന്നെ. അപ്പൊ നമ്മൾ അളവ് നോക്കാനായിട്ടുള്ള പുതിയൊരു ഉപകരണമാണ് ഈ ചേട്ടൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. സമനം എന്നാണ് ചേട്ടൻ പേരിട്ടിരിക്കുന്നത് അല്ലെ? സമനം എന്ന് തന്നെ പേരിട്ടിരിക്കുന്ന ഒരു പുതിയ ഉപകരണമാണ് ഇത്. മാസങ്ങൾ, ഇത് എത്ര നാൾ എടുത്തു ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്? ഇതിന്റെ ഒരു ടെക്നിക്കൽ ഓർത്തെടുത്ത് വരാനായിട്ട് ആലോചിച്ചെല്ലാം സെറ്റാക്കി 4 മാസത്തോളം ഞാൻ ചിന്തിച്ചാണ് ഇത് ചെയ്തെടുത്തത്. അപ്പൊ വളരെ കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഒരു ഉപകരണമാണ്. ഇതിപ്പോ എല്ലാരും അറിയണ്ടേ? എല്ലാരും അറിയണോ? ഓക്കെ, എന്തായാലും ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു കണ്ടുപിടുത്തമായിരുന്നു. പല ഉപകരണങ്ങൾ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ച് എങ്ങനെ ഒത്തിരി ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാം എന്നൊക്കെ ഒരു പരിശോധനയ്ക്ക് ശേഷം ചേട്ടൻ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് ഈ സമനം.
ചേട്ടാ അടുത്തതായിട്ട് ചേട്ടൻ വ്യത്യസ്തമായിട്ട് കണ്ടെത്തിയ സാധനം എന്താണ്? ഞാൻ സ്ട്രില്ലിംഗ് എഞ്ചിനാണ് ഉണ്ടാക്കിയത്. സ്ട്രില്ലിംഗ് എഞ്ചിൻ പണ്ട് ബ്രിട്ടീഷുകാരുടെ ഈ എന്താണ് മണ്ണെണ്ണ കത്തിച്ച് കറങ്ങുന്ന ഒരു സാധനമുണ്ട്. അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് നോക്കുമ്പോൾ അത് ഹെവി പണികളാണ് അതിൻ്റെ കൂടുതലും. അപ്പം നമ്മുടെ ഒരു റേഞ്ച് അനുസരിച്ച് നമുക്ക് ലോ ആയിട്ട് എന്തും എനിക്ക് ചെയ്യണമെങ്കിൽ പിന്നെ പ്രവർത്തനം വിജയിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഇത് ഒന്നെങ്കിൽ ക്യാഷ് മുടക്കുക അല്ലെങ്കിൽ അല്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഉണ്ടാക്കി പ്രവർത്തനം വിജയിപ്പിക്കുക. അതാണ് നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ ആ മെഷീൻ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് പ്രവർത്തിക്കണമെങ്കിൽ ഈ തീയുടെ സഹായത്തോടു കൂടിയേ പ്രവർത്തിക്കാൻ പറ്റും. ആ, നമ്മൾ നല്ലപോലെ തീ കത്തിയതിന് ശേഷം ഇതാണ് എൻജിൻ. എൻജിൻ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഓളം ഒന്ന് ചൂടാകണം. ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ലോ ഇടപാടിലുള്ള കാര്യങ്ങളാണ്. ഇത് കോളായുടെ ടിന്നാണ്. ഇതെല്ലാം ടിന്നുകളാണ്. പിന്നെ ഇതിനകത്ത് പിസ്റ്റണുണ്ട്, ഇതും പിന്നെ എയർ പിസ്റ്റൺ ഉണ്ട്. ഇതും PVC-യുടെ ആണ് പിസ്റ്റൺ. പിന്നെ ചൂടായി കഴിയുമ്പോൾ കറങ്ങും. ഇത് ചൂട് കൂടും തോറും ഇതിന്റെ സ്പീഡ് കൂടും. ഇതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചേർന്നത്? ഇത് എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഇത് കാണുമ്പോൾ എനിക്ക് ഉണ്ടാക്കിയ കൊള്ളാമെന്നൊരു തോന്നലുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർ ചെയ്തത് ഞാൻ പല പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ എന്നാണെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ഞാനതിൻ്റെ ഐഡിയയിൽ ടെക്നിക്കൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, കണ്ടുപിടിച്ചൊന്ന് ചെയ്ത് നോക്കിയതാണ്. ചേട്ടൻ്റെതായ രീതിയിൽ ചേട്ടൻ ചെയ്ത് നോക്കിയതാണ്. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും തന്നെ അറിയാതെ ഇത്രയും നല്ലൊരു ഉപകരണം ചേട്ടൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഉപകരണം കണ്ടിട്ട് അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് എടുത്ത് കണ്ടുപിടിച്ചൊരു ഉപകരണമാണിത്. ഇത് എത്ര നാളെടുത്തു ചേട്ടാ ഈ ഒരു സംഭവം നിർമ്മിക്കാനായിട്ട്? ഇത് നിർമ്മിക്കാനായിട്ട് ഇത് ഞാൻ ഒരാഴ്ചയോളം എടുത്ത് നിർമ്മിച്ചെടുക്കാൻ. പക്ഷേ ഇതിന്റെ ചിന്തിക്കാനും സമയങ്ങൾ എടുത്തു. ഇതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കാൻ പല ഭാഗങ്ങളും നമ്മൾ പല പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം ഉണ്ടാക്കുമ്പോഴും നമ്മൾ വിജയിക്കാനുള്ള ഇതിൽ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ അളവുകളും വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റം വരും. ഈ ലീഫ് എന്താണ്? ലീഫ് ഷീറ്റാണ്, അലുമിനിയം ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ആക്സിലുകളെല്ലാം സൈക്കിളിൻ്റെ കമ്പിയാണ്. പിന്നെ ഇതിനകത്ത് പിസ്റ്റണുണ്ട്, 2 ഡബിൾ പിസ്റ്റണാണ്. ഇതിനകത്ത് സ്റ്റെയിൻലെസ് പിസ്റ്റണാണ് കിടക്കുന്നത്. പിന്നെ ഇത് PVC പൈപ്പിൽ ഞാൻ നിർമ്മിച്ച പിസ്റ്റണാണ്. അപ്പോൾ അതിലാണ് ഈ ഹീറ്റ് ചൂട് കൂടുന്നതനുസരിച്ച് കൂടുന്തോറും ഇത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഏകദേശം ഇച്ചിരൂടെ നീളമുള്ള ലീഫും ഇച്ചിരൂടെ വലിപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ ഇത് വർക്ക് ചെയ്യും. എന്തായാലും ഭയങ്കര ഐഡിയാപരമായിട്ട് ചിന്തിച്ച് ചേട്ടൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ട്രില്ലിംഗ് മെഷീനാണ് ഇതായത്. ലോ കോസ്റ്റ് അല്ലേ, വളരെ ഒട്ടും തന്നെ ബഡ്ജറ്റ് കൂടുതലില്ലാതെ തീരെ ചെലവ് കുറച്ച രീതിയിലാണ് ഇത്. പലരും ഓർഡർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ ഇത് ഈ രൂപത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അതനുസരിച്ച് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം ഓർഡർ വന്നതനുസരിച്ച് അല്ലേ. അപ്പൊ ഈ സകലകലാ വല്ലഭനായ രാജീവ് ചേട്ടന്റെ ഫാമിലിയാണ് ഇത്. നമുക്ക് ഇവരോടും കൂടെ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചിയുടെ പേരെങ്ങനെയാ? റെനിത. എങ്ങനെയുണ്ട് ചേട്ടന്റെ ഇതിൽ? സന്തോഷമുണ്ടോ ചേട്ടൻ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത്? സന്തോഷമുണ്ടോ? ചേച്ചിയോട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട് വന്ന് ചോദിക്കാം. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമുള്ളു. അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു, ചെയ്ത് ഇങ്ങനെ വെക്കുവോളായിരുന്നു വീട്ടിൽ. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ആളുകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. ചേച്ചിക്ക് ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല. പിള്ളേരുമായിട്ട്. ഓക്കെ. അപ്പൊ മോളെ പേരെന്താടാ? ആദിശ്രീ PR. നഴ്സറി പോകുന്നുണ്ടോ? ഉണ്ട്. നഴ്സറി പഠിക്കുന്നുണ്ട് അല്ലേ? ഇത് മോനാണ്. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6.
ചേട്ടാ അപ്പം ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആളുകൾ ചേട്ടനോട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം? ഈ ചേട്ടന് എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെ? കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഫേസ്ബുക്കിലാണേലും അല്ലാതെ എന്നെ അറിയാവുന്ന കുറെ പേരുണ്ട്. എന്നെ തേടി തന്നെ വന്ന് പല പണികൾ, ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ അറിയാവുന്ന ഒത്തിരിയോ ആൾക്കാരുണ്ട്. പണ്ട് തൊട്ടേ ഞാൻ ഈ ഒരു കെടുപിടി പരിപാടികളാ. അപ്പം ഇപ്പം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ. ചേച്ചിയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കോ ചേച്ചി, ഇന്നത് ചെയ്യണം? എനിക്ക് അങ്ങനെ ഇതിനെ കുറിച്ച് വലിയ ഇതില്ല. ചെയ്യുമ്പോ നമ്മള് ചെയ്തോട്ടെ, നമ്മൾ ശല്യം ചെയ്യല്ലേ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ചേച്ചി കൂടെ നിൽക്കും. അപ്പം എപ്പോഴൊക്കെയായിരിക്കും ചേട്ടൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്? ഞാൻ പണി കഴിഞ്ഞ് ജോലി രാത്രിയിൽ ചെയ്ത് കൊച്ചു ഉറങ്ങാതെ പറ്റത്തില്ല. എടുക്കും. കഴിവതും ഞങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ പുള്ളി ഇരുന്ന് ഉറക്കടച്ചങ്ങ് ചെയ്യും. അപ്പം എന്തായാലും ഇതെല്ലാവരും അറിയേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആരും അറിയാതെ, ആരും തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചേട്ടൻ ഓരോരോ കാര്യങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ വരയ്ക്കുന്നതും കണ്ടെത്തുന്നതും. ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ചേട്ടന് പിന്നെ അതിൻ്റെ പ്രവർത്തനം എന്താണ് ഇതെല്ലാം അറിഞ്ഞു വെച്ച് ചേട്ടൻ്റെതായ രീതിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് അല്ലേ? എല്ലാ ചെയ്ത എല്ലാ സാധനങ്ങളും തന്നെ വിജയിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, അതൊരു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ്. സ്വയം കണ്ടെത്തി അതിനെ ഏറ്റവും വിജയകരമാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പൊ എന്തായാലും ചേട്ടാ വളരെ സന്തോഷം, ഞങ്ങൾക്കൊപ്പം നിന്നതിൽ വളരെ സന്തോഷം. ഇത് എല്ലാവരും അറിയും, നാട് മുഴുവനും അറിയേണ്ടതാണ്. ഇനിയിപ്പോ ഇതുപോലെ ഒത്തിരി ഓർഡറുകൾ വരട്ടെ എന്ന് തന്നെ പറയുന്നു, വന്ന് അത് ചെയ്തു കൊടുക്കും അല്ലെ? ഏറ്റവും ആൾക്കാർ പറയുന്ന അതേ രീതിയിൽ തന്നെ അവരെ പൂർണ്ണമായും സന്തോഷിപ്പിച്ചുകൊണ്ട് ചേട്ടൻ അത് ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും രാജീവേട്ടൻ, സകലകലാ വല്ലഭനായ രാജീവേട്ടൻ്റെ ഒപ്പം ടീം ജാഗ്രത.